ഡോണറ്റിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് വേർഷനായിട്ടുള്ള ഡോണറ്റ് 5ൻ്റെ ചെറിയൊരു എക്സ്പ്ലനേഷനും ഒരു ക്രൂഡ് ഓപ്പറേഷനുമാണ് ഇന്നത്തെ വീഡിയോ. സോ വെൽക്കം ടു കീടെക് ബിൽഡ് ആൻഡ് സോഫ്റ്റ്വെയർസ്. ഡോണറ്റിൽ കോർ വേർഷനും ഉണ്ട്, സ്റ്റാൻഡേർഡ് വേർഷനും ഉണ്ട്. ഇപ്പം സ്റ്റാൻഡേർഡ് വേർഷനിൽ 4 വേർഷൻസ് ആണ് ഉള്ളത്. അതുപോലെ ഡോണറ്റ് കോറിൽ ഇപ്പോൾ 3.1 കഴിഞ്ഞതിന് ശേഷം ഡോണറ്റ് 5 ആണ് റിലീസായിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഡോണറ്റ് 5 എന്ന് പറയുന്നത് ഡോണറ്റ് 5ൽ കോർ എന്നുള്ളത് വന്നിട്ടില്ല. അതായത് ഡോണറ്റ് കോർ 5 എന്നല്ല, ഡോണറ്റ് 5 എന്നാണ്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഡോണറ്റ് കോറിൻ്റെയും അതുപോലെ ഡോണറ്റ് സ്റ്റാൻഡേർഡിൻ്റെയും കമ്പൈൻഡ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് യൂസ് ചെയ്തിട്ടാണ് ഡോണറ്റ് 5 റിലീസ് ചെയ്തിട്ടുള്ളത്. ഡോണറ്റ് കോർ 3.1ന് ശേഷം ഡോണറ്റ് 4 ഇറക്കാതെ ഡോണറ്റ് 5ലേക്ക് വരാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഡോണറ്റ് സ്റ്റാൻഡേർഡ് വേർഷനിലുള്ള 4 വേർഷൻസും ഇതും കൺഫ്യൂസ്ഡ് ആവണ്ടെന്ന് കരുതിയിട്ടാണ് ഡോണറ്റ് 5 ഇറക്കിയിട്ടുള്ളത്. അപ്പോൾ ഇനിയുള്ളത് യുണീക്കായിട്ട്, അതായത് 2 പ്ലാറ്റ്ഫോം ഇല്ലാതെ സ്റ്റാൻഡേർഡിനും ഡോണറ്റ് കോറിനും 2 പ്ലാറ്റ്ഫോമായിട്ടില്ലാതെ ഒരൊറ്റ പ്ലാറ്റ്ഫോമിലേക്ക് കൊണ്ടുപോകാനാണ് മൈക്രോസോഫ്റ്റിൻ്റെ തീരുമാനം. അതുകൊണ്ടാണ് ഡോണറ്റ് 5 ഇനി ഇറങ്ങുന്നത് ഡോണറ്റ് 6, ഡോണറ്റ് 7 അങ്ങനെ ആയിരിക്കും. ഇനി ഡോണറ്റ് സ്റ്റാൻഡേർഡ് വേർഷനിന് പുതിയൊരു റിലീസിങ് ഉണ്ടാവില്ല. ഡോണറ്റ് 5 എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡിൻ്റെ എക്സ്റ്റൻഷൻ അല്ല, ശരിക്കും കോറിൻ്റെ തന്നെ എക്സ്റ്റൻഷനാണ്, അപ്ഡേഷനാണ്. പക്ഷേ ഡോണറ്റ് സ്റ്റാൻഡേർഡിൽ ഡോണറ്റ് കോറിൽ ഇല്ലാത്ത കുറച്ച് ഫീച്ചേഴ്സ് ഉള്ളതൊക്കെ ഇതിലേക്ക് ഈ ഡോണറ്റ് 5ലേക്ക് കമ്പൈൻ ചെയ്തിട്ടുണ്ട്. ഇനി തൊട്ട് സ്റ്റാൻഡേർഡെന്നോ അല്ലെങ്കിൽ ഡോണറ്റ് കോറെന്നോ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സെപ്പറേഷൻ ഉണ്ടാവില്ല. ഒരു ഒറ്റ പ്ലാറ്റ്ഫോം ആയിരിക്കും ഉണ്ടായിരിക്കുക. 5ൻ്റെ ഒരു ക്രൂഡ് ഓപ്പറേഷൻ ചെയ്ത് നോക്കാം. അപ്പം വിഷ്വൽ സ്റ്റുഡിയോ 2019 ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം 19 ഇൻസ്റ്റാൾ ചെയ്ത സമയത്ത് 5 ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ വിഷ്വൽ സ്റ്റുഡിയോ അപ്ഡേറ്റ് ചെയ്തു. അപ്പോൾ അപ്ഡേറ്റ് ചെയ്യുന്ന രീതി ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ആദ്യം ഞാൻ എൻ്റെ വിഷ്വൽ സ്റ്റുഡിയോ ഓപ്പൺ ചെയ്ത് അതിലൊരു പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യുകയാണ്. ഡോണറ്റ് കോർ 5ൻ്റെ പ്രൊജക്റ്റ്, അതായത് ഡോണറ്റ് 5ൻ്റെ പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ പ്രൊജക്ട്സൊക്കെ ക്രിയേറ്റ് ചെയ്യുന്ന പോലെ തന്നെയാണ്, പക്ഷേ വേർഷൻസ് ചൂസ് ചെയ്യുമ്പോൾ മാത്രം നമ്മൾ ശ്രദ്ധിക്കണം. അതായത് ഡോണറ്റ് കോറ് 2.0യും 3.0യും ഒക്കെ അവിടെ ഉണ്ട്, 3.1 ഒക്കെ ഉണ്ട്. അപ്പോൾ അത് അല്ലാതെ ഡോണറ്റ് 5 ചൂസ് ചെയ്തിട്ട് വേണം ക്രിയേറ്റ് ചെയ്യാൻ. ഓക്കെ, എന്നിട്ട് നമ്മൾ ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ പ്രോജക്റ്റ് ക്രിയേറ്റ് ആയി വരും. അപ്പം അപ്ഡേറ്റ് ചെയ്യേണ്ടത് എവിടെയെന്ന് വെച്ചാൽ ഹെൽപ്പിൻ്റെ മെനുവിൽ പോയി കഴിഞ്ഞാൽ ചെക്ക് ഫോർ അപ്ഡേറ്റ്സ് ഉണ്ട്. അപ്പം അതെടുത്ത് കഴിഞ്ഞിട്ട് അപ്ഡേറ്റ് കൊടുത്താൽ മതി. പക്ഷേ ടൈം എടുത്തിട്ടാണ് അപ്ഡേറ്റ് ആവുക. അപ്പം ഞാൻ ഓൾറെഡി അപ്ഡേറ്റ് ചെയ്തതുകൊണ്ടാണ് എൻ്റെ അപ് ടു ഡേറ്റ് ആയിട്ട് കാണിക്കുന്നത്. ഓക്കെ, പ്രോജക്റ്റിലേക്ക് വരാം. ഡോണറ്റ് കോർ 3.1 ക്രിയേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന അതേ ഒരു സ്ട്രക്ചർ തന്നെയാണ് ഇതിനുള്ളത്, പക്ഷേ ചെറിയൊരു ചേഞ്ച് ഉണ്ട്. ഇതിൽ പേജസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫോൾഡർ ക്രിയേറ്റ് ആയി വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിലാണ് നമ്മുടെ ഷെയർഡ് ആയിട്ടുള്ള വ്യൂസൊക്കെ കിടക്കുന്നത്. ഷെയർഡ് ഫോൾഡറും പിന്നെ നമ്മുടെ എറർ വ്യൂസ് അങ്ങനെയുള്ളതൊക്കെ ഇതിൻ്റെ ഉള്ളിലാണ് കിടക്കുന്നത്. അപ്പം ആ ഒരു ചെറിയ ചേഞ്ച് ആയിട്ടാണ് എനിക്ക് സ്ട്രക്ചറിൽ തോന്നിയിട്ടുള്ളത്. ബാക്കിയെല്ലാം സെയിം തന്നെയാണ്. സ്റ്റാർട്ടപ്പ് ക്ലാസ് ഉണ്ട്, ആപ്പ് സെറ്റിംഗ് .json ഉണ്ട്, ബാക്കിയെല്ലാം സെയിം തന്നെയാണ്. ഇനി ഒരു മോഡൽ ഫോൾഡർ ക്രിയേറ്റ് ചെയ്തിട്ട് അതിൽ DB കോണ്ടെക്സ്റ്റ് ക്ലാസ്സും ഒരു മോഡൽ ക്ലാസ്സും ഞാൻ ക്രിയേറ്റ് ചെയ്യുകയാണ്. എന്നിട്ട് കോഡ് ഫസ്റ്റ്, അതായത് കോഡ് ഫസ്റ്റിൻ്റെ മൈഗ്രേഷൻ യൂസ് ചെയ്തിട്ട് ഞാൻ ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്യാണ്. എന്നിട്ട് നമുക്ക് കൺട്രോളറും അതായത് സ്കഫോൾഡിങ് യൂസ് ചെയ്തിട്ടുള്ള വ്യൂസും ഒക്കെ ക്രിയേറ്റ് ചെയ്യാം. കോഡ് ഫസ്റ്റ് മൈഗ്രേഷൻ ചെയ്യുന്നതിൻ്റെ ഒരു ട്യൂട്ടോറിയൽ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിങ്ക് ഞാൻ ഇവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്തിട്ടുണ്ട്. മൈഗ്രേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഡോണറ്റ് കോറിൻ്റെ എൻറ്റിറ്റി ഫ്രെയിംവർക്കിൻ്റെ പാക്കേജസ് ഇൻസ്റ്റാൾ ചെയ്യണം. അപ്പം അതിൽ എൻറ്റിറ്റി ഫ്രെയിംവർക്ക് കോറും അതുപോലെ SQL സെർവർ, ഡിസൈന്, ടൂൾസ്, ഈ 4 പാക്കേജസാണ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്. പാക്കേജസ് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, ലേറ്റസ്റ്റ് വേർഷൻ 5 വേർഷൻ തന്നെ ഇൻസ്റ്റാൾ ചെയ്യണം. അതായത് ഡോണറ്റ് കോറിൻ്റെ 3 വേർഷൻസ് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പം കോമ്പാറ്റബിൾ ആവില്ല. അതുകൊണ്ട് നമ്മൾ കോർ 5 ആണ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 5 വേർഷൻ തന്നെ യൂസ് ചെയ്യണം.
മോഡൽ എംപ്ലോയി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടേബിൾ ആണ് ഞാൻ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ക്ലാസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. 2 ഫീൽഡ് ID നെയിമും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ID നെയിമും വെച്ചിട്ടുള്ള ക്രൂഡ് ഓപ്പറേഷനാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്തത് കണക്ഷൻ സ്ട്രിങ് ആഡ് ചെയ്യുന്നതാണ്. അപ്പോൾ app-settings.json എന്ന് പറഞ്ഞ ഫയലിലാണ് കണക്ഷൻ സ്ട്രിങ് ആഡ് ചെയ്യുന്നത്. കറക്റ്റായിട്ട് സെർവർ നെയിമും ഡീറ്റെയിൽസൊക്കെ കൊടുക്കുക. അപ്പം SQL സെർവറിൻ്റെ അതിൽ നിന്ന് തന്നെ കോപ്പി എടുത്തിട്ട് ചെയ്താൽ മതി. അതിനുശേഷം ഈ കണക്ഷൻ സ്ട്രിങ്ങിനെ നമ്മുടെ കോൺഫിഗറേഷൻ സർവീസസിൻ്റെ പാർട്ടിലേക്ക് ആഡ് ചെയ്യണം. എന്നാൽ മാത്രമേ മൈഗ്രേഷൻ ചെയ്താൽ നമുക്ക് കറക്റ്റായിട്ട് നമ്മുടെ DB ക്രിയേറ്റ് ആവുള്ളൂ. വിൻഡോ ഓപ്പൺ ചെയ്തിട്ട് ആഡ് മൈഗ്രേഷൻ കമാൻഡ് എൻ്റർ ചെയ്തു. അപ്പോൾ എനിക്കൊരു എററാണ് കിട്ടുന്നത്. ഇതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഞാൻ DB കോണ്ടെക്സ്റ്റ് ക്ലാസ്സിൽ കൺസ്ട്രക്ടറിന് പബ്ലിക്കായിട്ട് സെറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ ഡിഫോൾട്ട് അത് പ്രൈവറ്റ് ആയിട്ടാണ് എടുക്കുക. അപ്പോൾ അത് സെറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അത് ഇഷ്യൂ ഫിക്സായി. അപ്പോൾ ആഡ് മൈഗ്രേഷൻ കൊടുത്തിട്ട് അതിൻ്റെ നെയിമും കൊടുത്തു കഴിഞ്ഞിട്ട് അപ്ഡേറ്റ് ഡാറ്റാബേസ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഡാറ്റാബേസ് ക്രിയേറ്റ് ആവും. ഇനി കൺട്രോളർ ക്രിയേറ്റ് ചെയ്യാം. കൺട്രോളർ ക്രിയേറ്റ് ചെയ്തതിന് മുമ്പ് നമുക്ക് കൺട്രോളറിൻ്റെ ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ ഓൾറെഡി ഉണ്ടെങ്കിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ കൺട്രോളർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഫോൾഡർ ഞാൻ ക്രിയേറ്റ് ചെയ്തു. എന്നിട്ട് അതിൽ ആഡ് കൺട്രോളർ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ യൂസ് ചെയ്തിട്ട് കൺട്രോളർ ക്രിയേറ്റ് ചെയ്യണം. അതിൽ നമ്മൾ ഈ ഒരു ഓപ്ഷന് നമ്മൾ ഒരു മുമ്പത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ക്രൂഡ് വിത്ത് എൻറ്റിറ്റി ഫ്രെയിംവർക്ക് എന്നുള്ള ഈ ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഒന്നിച്ച് നമ്മൾ ക്രൂഡ് ഓപ്പറേഷൻസിൻ്റെ എല്ലാ ആക്ഷൻസും അതുപോലെ അതിൻ്റെ വ്യൂസൊക്കെ ക്രിയേറ്റ് ആയിട്ട് വരും. സ്കഫോൾഡിങ് ആയിട്ടുള്ള വ്യൂസൊക്കെ ക്രിയേറ്റ് ആയിട്ട് വരും. അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ വേറെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിങ്ക് ഞാൻ ഇവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്യാം. ഇപ്പോൾ കൺട്രോളർ വിത്ത് ആക്ഷൻസ് വ്യൂസൊക്കെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. പക്ഷേ എൻ്റെ ഒരു എറർ കാണിക്കുന്നുണ്ട്. അതായത് കൺട്രോളറിൻ്റെ അണ്ടറിലായിട്ട്
അതെന്താണെന്ന് വെച്ചാൽ ഞാൻ ഫോൾഡർ ക്രിയേറ്റ് ചെയ്തപ്പം കൺട്രോളർ എന്ന് പറഞ്ഞിട്ടുള്ള ഫോൾഡറാണ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം നെയിം സ്പേസ് വന്നത് കണ്ടോ, net5.controller എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആ കൺട്രോളറും ഇൻ്റർഫേസ് ചെയ്തിട്ടുള്ള കൺട്രോളറും കൂടിയും കോൺഫ്ലിക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പം ഫോൾഡറിലെ കൺട്രോളർ എന്നുള്ളത് മാറ്റിയിട്ട് കൺട്രോളേഴ്സ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തു. അപ്പം ഇത് ഫിക്സായി. അതുപോലെ നെയിം സ്പേസിൻ്റെ അവിടെയും ആ കൺട്രോളേഴ്സ് എന്നുള്ളത് ആഡ് ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് പ്രോജക്റ്റ് ഒന്ന് റൺ ചെയ്തിട്ട് വർക്ക് ചെയ്ത് നോക്കാം. പ്രോജക്റ്റ് റൺ ചെയ്തു. എംപ്ലോയീസ് പറഞ്ഞിട്ടാണ് നമ്മുടെ കൺട്രോളർ ഉള്ളത്. അപ്പോൾ ഞാൻ URL കൺട്രോളറിൻ്റെ നെയിം കൊടുക്കുകയാണ്. ഇൻഡെക്സ് ഡിഫോൾട്ടായിട്ടുള്ള ഇൻഡെക്സ് ആയതുകൊണ്ട് ആക്ഷൻ നെയിം കൊടുക്കുന്നില്ല. പക്ഷേ ഇവിടെ ഒരു എററാണ് കിട്ടുന്നത്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മൾ സ്റ്റാർട്ടപ്പ് ക്ലാസ്സിൽ ഈ റൂട്ടിങ് വരാനുള്ള, അതായത് കൺട്രോളർ ആക്ഷൻ വരാനുള്ള ഒരു സെറ്റിങ്സ് ആഡ് ചെയ്യാനുണ്ട്. ഓക്കെ, അപ്പം അത് ചെയ്യാം. മറ്റേ വേർഷൻസിലൊക്കെ ഡിഫോൾട്ട് ഹോം കൺട്രോളർ ആക്ഷൻസ് ഇൻഡെക്സൊക്കെ വന്നതുകൊണ്ട് ഡിഫോൾട്ട് അതിലുണ്ടായിരുന്നു. പക്ഷേ ഇതിൽ ഈ ഡോണറ്റ് 5ൽ ഞാൻ നേരത്തെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു, കൺട്രോളർ ഇല്ലാതെ തന്നെയാണ് ഇൻഡെക്സ് വ്യൂ ഒക്കെ വർക്കായിട്ടുണ്ടായിരുന്നത്. ഇത് ഇനി റൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇൻഡെക്സിൻ്റെ പേജ് വന്നു. ഇപ്പോൾ ഇൻഡെക്സ് പേജിൽ ഡാറ്റ ഒന്നും ഇല്ല. അപ്പോൾ നമ്മൾ ക്രിയേറ്റ് ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് പുതിയ ഡാറ്റാസ് എൻ്റർ ചെയ്യണം. പക്ഷേ ഇതിൽ ക്രിയേറ്റ് ന്യൂവിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആക്ഷനിലേക്കൊന്നും പോകുന്നില്ല. അപ്പോൾ ഞാൻ ഒന്ന് റെഫർ ചെയ്ത് നോക്കി എന്തുകൊണ്ടാണെന്നുള്ളത്. അപ്പോൾ എനിക്കൊരു സൊല്യൂഷൻ കിട്ടി. അപ്പോൾ അതിൽ ഒരു പാക്കേജ് ഇൻസ്റ്റാൾ ചെയ്യാൻ പറയുന്നുണ്ട്. അപ്പം ഈ ഒരു പാക്കേജിൻ്റെ നെയിം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഇഷ്യൂസ് വരികയാണെങ്കിൽ ഇത് ഇൻസ്റ്റാൾ ചെയ്താൽ മതി. ചിലപ്പം ലേറ്റസ്റ്റ് അപ്ഡേഷനിൽ ഇതിൻ്റെ ഫിക്സ് ഉണ്ടായിരിക്കും. അപ്പം അത് മാത്രമല്ല, അത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞിട്ട് വ്യൂവിൽ ഒരു ലൈൻ ഓഫ് കോഡും കൂടി ആഡ് ചെയ്യണം. ഈ ഒരു ലൈൻ ഓഫ് കോഡും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് വീണ്ടും പ്രോജക്റ്റ് റൺ ചെയ്തു. അപ്പം ക്രിയേറ്റ് ന്യൂ കൊടുത്തു കഴിഞ്ഞപ്പം ക്രിയേറ്റിൻ്റെ പേജിലേക്ക് വന്നിട്ടുണ്ട്. ഞാനിവിടെ ഒരു ബ്രേക്ക് പോയിൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ബ്രേക്ക് പോയിൻറ്റിലേക്ക് വന്നത്. ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കാൻ വേണ്ടി ഇട്ടതായിരുന്നു. ക്രിയേറ്റിൻ്റെ ഇവിടെ ഡാറ്റ എൻ്റർ ചെയ്തിട്ട് ഞാൻ സബ്മിറ്റ് കൊടുക്കുന്ന സമയത്ത് വീണ്ടും ആ പേജിലേക്ക് തന്നെ വരുന്നത്. അത് കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ വീണ്ടും ഞാൻ ആ ഒരു ലൈൻ ഓഫ് കോഡ് വ്യൂ ക്രിയേറ്റിൻ്റെ വ്യൂവിൻ്റെ ടോപ്പിൽ കൊണ്ടുപോയിട്ടപ്പം അത് വർക്കായി. അപ്പോൾ ആക്ച്വലി എഡിറ്റും ഡീറ്റെയിൽസും എല്ലാം എനിക്ക് അതുപോലെ ആ ഒരു ലൈൻ ഓഫ് കോഡ് വ്യൂവിൽ കൊണ്ടുപോയിട്ടപ്പോഴാണ് വർക്കായത്. അപ്പം ഓരോ വ്യൂവിൻ്റെ മേലെ കൊണ്ടുവിടുന്നതിന് പകരം നിങ്ങൾക്ക് ഒന്നിച്ചൊരു ഷെയ്ഡിൻ്റെ ആ വ്യൂവിൻ്റെ മുകളിലായിട്ട് കൊണ്ടുപോയിട്ടാൽ മതി. അങ്ങനെയാണെങ്കിൽ ഓരോ വ്യൂസിൻ്റെ ഉള്ളിൽ കൊണ്ടുവരേണ്ട ആവശ്യമില്ല. അപ്പം ഞാൻ ഇത് ചെക്ക് ചെയ്തപ്പോൾ ഓരോന്നോരോന്നായിട്ട് അങ്ങനെ ആഡ് ചെയ്ത് പോവുകയാണ് ചെയ്തത്. അപ്പം ലേഔട്ടിൻ്റെ ഉള്ളിൽ ഒരു പ്രാവശ്യം ആഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓരോ വ്യൂസിൻ്റെ ഉള്ളിൽ പോയിട്ടും അത് ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പം സാധാരണ നമ്മൾ ക്രൂഡ് ഓപ്പറേഷൻസ് വർക്ക് ചെയ്യുന്ന എല്ലാ ഫങ്ഷനാലിറ്റിയും വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ കൂടുതലായിട്ട് ഇതൊന്നും എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. സ്കഫോൾഡിങ് യൂസ് ചെയ്തിട്ടുള്ള ഇത് മാത്രമേ ഉള്ളൂ. കാരണം ഞാൻ മുമ്പത്തെ വീഡിയോസിലൊക്കെ ക്രൂഡിൻ്റെ എല്ലാ ഫങ്ഷനാലിറ്റിയും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഡോണറ്റ് 5 ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. സോ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക.